സ്വാഗതം സുഹൃത്തുക്കളെ. ഈ വീഡിയോയിലെ 90:14 മുതൽ 90:17 വരെയുള്ള വാക്യങ്ങളിലൂടെ ഇസ്രായേൽ ജനതയെ തുടച്ചു നീക്കാനുള്ള വിജാതീയ രാഷ്ട്രങ്ങളുടെ യുദ്ധങ്ങളിലും വിടുതലിലും ഇസ്രായേലിന് ലോഡ് നൽകിയ ദിവ്യ സംരക്ഷണം നമുക്ക് കാണാം. നമുക്കതിലേക്ക് കിടക്കാം. 90:14 ഇടയന്മാരുടെ പേരുകൾ എഴുതി അവയൊക്കെയും ആടുകളുടെ നാഥൻ്റെ മുന്നിൽ സമർപ്പിക്കുന്ന ആ സ്വർഗീയ എഴുത്തുകാരൻ വന്ന ആട്ടുകൊറ്റനെ സഹായിക്കുന്നതും അവനെല്ലാം കാട്ടിക്കൊടുക്കുന്നതും ഞാൻ ആ ദർശനത്തിൽ കണ്ടു. അവനുള്ള സഹായം മുകളിൽ നിന്നും വരികയായിരുന്നു. ഇത് മക്കാബീസ് എന്ന പുസ്തകത്തിൽ വിവരിച്ചിരിക്കുന്ന നൂറ്റാണ്ടുകൾക്ക് ശേഷം സംഭവിച്ച ഇസ്രായേലിൻ്റെ ചരിത്രത്തിലെ താഴെ പറയുന്ന സംഭവവുമായി യോജിക്കുന്നതായി എനിക്ക് തോന്നുന്നു. ഇസ്രായേൽ ജനതയെ ഈ ഭൂമിയിൽ നിന്ന് തന്നെ തുടച്ചു നീക്കുവാനായി വിജാതീയരിൽ ഒരു വലിയ ജനക്കൂട്ടം സിറിയൻ ആർമി തലവൻ സെറോണിൻ്റെ ശക്തരായ സൈന്യത്തോടൊപ്പം കൂടുന്നു. അവർ സമീപം എത്തിക്കഴിഞ്ഞു എന്നറിയുന്ന ജൂദ മക്കാബീസ് തന്നോടൊപ്പം കൂടിയ ചെറിയ കൂട്ടത്തോടു കൂടി അവരെ നേരിടുവാൻ ഒരുങ്ങുന്നു. ഇത്രയും വലിയ ജനക്കൂട്ടത്തോട്, ശക്തരായ ഇവരോട് വളരെ ചുരുക്കം ആൾക്കാർ മാത്രമുള്ള നാം എങ്ങനെയാണ് പോരാടുന്നത് എന്ന് ചോദിച്ച് ഭയചകിതരായ തൻ്റെ ജനത്തോട് ജൂദ മക്കാബീസ്, സ്വർഗസ്ഥനായ ദൈവത്തിനെല്ലാം സാധിക്കും. കാരണം യുദ്ധത്തിൻ്റെ വിജയം ഒരു സൈന്യത്തിൻ്റെ ബാഹുല്യത്തിലല്ല, മറിച്ച് ശക്തി സ്വർഗത്തിൽ നിന്നാണ് വരുന്നത്. അവർ അഹങ്കാരത്തിൻ്റെയും അകൃത്യത്തിൻ്റെയും സമൃദ്ധിയിൽ നമ്മുടെ അടുക്കലേക്ക് വരുന്നു. നമ്മളെയും നമ്മുടെ ഭാര്യമാരെയും കുട്ടികളെയും നശിപ്പിക്കാനും നമ്മെ കൊള്ളയടിക്കുവാനും. പക്ഷേ നമ്മളുടെ ജീവനും നിയമങ്ങൾക്കുമായി നാം പോരാടുന്നു. ആകയാൽ ലോഡ് തന്നെ അവരെ നമ്മുടെ മുമ്പിൽ തോൽപ്പിക്കും. നിങ്ങളോ അവരെ ഭയപ്പെടേണ്ട. ഇത് പറഞ്ഞ് അവരെ ശക്തിപ്പെടുത്തി പെട്ടെന്ന് അവരുടെ മേൽ ചാടി വീഴുമ്പോൾ ഭയന്നവർ ഓടിപ്പോകുന്നു. ഇത് മുകളിൽ നിന്നും വന്ന സഹായമല്ലേ? യൂദാസ് ഉയർന്നു വന്നത് മനുഷ്യശക്തി കൊണ്ട് മാത്രമല്ല, അവൻ്റെ ഉൾക്കാഴ്ചയും ധൈര്യവും തന്ത്രവും മുകളിൽ നിന്നുള്ള സമ്മാനങ്ങളായിരുന്നു. അവൻ്റെ വിജയം എണ്ണത്തിൽ നിന്നോ സൈനിക ശക്തിയിൽ നിന്നോ അല്ല, മറിച്ച് ദൈവിക ഇടപെടലിൽ നിന്നായിരുന്നു. 90:15 ആടുകളുടെ നാഥൻ കോപത്തോടെ അവൻ്റെ അടുക്കൽ വരുന്നതുവരെ ഞാൻ നോക്കി നിന്നു. അവനെ കണ്ടവരെല്ലാം ഓടി. അവരെല്ലാം അവൻ്റെ മുന്നിലെ നിഴലിൽ വീണു. ലോഡ് തന്നെ ഇസ്രായേൽ ജനതയ്ക്ക് വേണ്ടി പോരാടുന്ന അവർക്കുള്ള ദിവ്യ സംരക്ഷണത്തെക്കുറിച്ചുള്ള ദർശനമാണിത്. ഇത് പിൽക്കാലത്തെ യഥാർത്ഥത്തിൽ നടന്ന ഒരു ചരിത്ര സംഭവമാണ്. നമുക്കവരുടെ ചരിത്രം ഒന്ന് പരിശോധിക്കാം. സെറോൻ്റെ നേതൃത്വത്തിൽ വന്ന സൈന്യം ജൂദയെ കണ്ട് തിരിഞ്ഞോടി എന്ന് കേട്ട അന്തിയോക്കസ് രാജാവ് തൻ്റെ രാജ്യത്തിലെ മുഴുവൻ ശക്തികളെയും ഒന്നിച്ചു ചേർത്തൊരു സൈന്യത്തെ രൂപീകരിച്ച് അതിൻ്റെ പകുതി സൈന്യത്തെ തൻ്റെ വിശ്വസ്തനായ ലേസിയോസിൻ്റെ കീഴിലാക്കി. യെരുശലേമിൻ്റെ ശേഷിപ്പിനെ നശിപ്പിക്കുവാനും വേരോടെ പിഴുതെറിയുവാനും അവരുടെ ഓർമ്മ ആ സ്ഥലത്ത് നിന്ന് തന്നെ എടുത്തു കളയാനും അവരുടെ എല്ലാ ദിക്കുകളിലും അന്യജാതിക്കാരെ നിയമിക്കാനും അവരുടെ ദേശം ചീട്ടിട്ട് വിഭാഗിക്കാനും ആയിരുന്നു നിർദ്ദേശം. ലേസിയോസ് യഹൂദ ദേശത്തെ നശിപ്പിക്കേണ്ടതിനായി 40,000 കാലാൾ പടയാളികളെയും 7,000 കുതിരപ്പടയാളികളെയും അവിടേക്ക് അയച്ചു. ആ സൈന്യത്തോടൊപ്പം ഫിലിസ്ത്യരും ചേർന്നു എന്ന വാർത്ത കേട്ടപ്പോൾ ജൂദ യുദ്ധത്തിന് ഒരുങ്ങാനും പ്രാർത്ഥിക്കാനും കരുണയും അനുകമ്പയും ചോദിക്കുവാനും വേണ്ടി ഒരു സഭ ഒന്നിച്ചു കൂട്ടി. സിറിയൻ ആർമിയുടെ വരവിനെക്കുറിച്ചറിഞ്ഞ ഇസ്രായേൽ മക്കൾ
ഒത്തുകൂടി മുമ്പ് ഇസ്രായേലിൽ അവർ പ്രാർത്ഥിച്ചിരുന്ന സ്ഥലമായ മസ്ഫായിലെത്തി. അവർ ആ ദിവസം ഉപവസിച്ചു. ചണവസ്ത്രം ധരിച്ച് തലയിൽ ചാരം വിതറി വസ്ത്രം കീറി വിഗ്രഹങ്ങൾ വരയ്ക്കാൻ ജാതികൾ ഉത്സാഹത്തോടെ അന്വേഷിച്ച നിയമപുസ്തകം തുറന്നു. പുരോഹിതന്മാരുടെ വസ്ത്രങ്ങളും ആദ്യഫലങ്ങളും ദശാംശങ്ങളും കൊണ്ടുവന്നവർ മുകളിലേക്ക് നോക്കി ഉച്ചത്തിൽ ചോദിച്ചു, ഇവയെ എന്ത് ചെയ്യണം? എവിടേക്ക് കൊണ്ടുപോകണം? ദൈവമേ, നീ ഞങ്ങൾക്ക് സഹായമായില്ലെങ്കിൽ ഞങ്ങൾക്ക് അവരെ എതിർക്കുവാൻ കഴിയുമോ? അവർ കാഹളം മുഴക്കി ആർത്തതിന് ശേഷം നിയമപ്രകാരം ഓരോരുത്തരും സ്വന്തം വീട്ടിലേക്ക് മടങ്ങിപ്പോകണമെന്ന് ജൂദ കൽപ്പിച്ചു. അതിനുശേഷം അവൻ ചെറിയ സൈന്യത്തിനോട് പറഞ്ഞു, നമ്മുടെ ജനതയുടെയും വിശുദ്ധ മന്ദിരത്തിൻ്റെയും ദുരന്തങ്ങൾ കാണുന്നതിനേക്കാൾ യുദ്ധത്തിൽ മരിക്കുന്നതാണ് നമുക്ക് നല്ലത്. എന്നിരുന്നാലും സ്വർഗത്തിലുള്ള ദൈവത്തിൻ്റെ ഇഷ്ടം നടക്കട്ടെ. സിറിയൻ ആർമി യഹൂദന്മാരുടെ പാളയത്തിലേക്ക് പാഞ്ഞു കയറി വന്ന് അവരെ പെട്ടെന്ന് കൊല്ലുവാൻ വരുന്നുവെന്നറിഞ്ഞ യൂദാസും സംഘവും രാത്രി അവിടെ നിന്ന് മാറി നിന്നതിനാൽ അവർ പേടിച്ചോടി എന്ന് സിറിയൻസ് കരുതുന്നു. എന്നാൽ നേരം വെളുത്തപ്പോൾ ജൂദ വെറും 3000 ആൾക്കാരോടൊപ്പം അവരുടെ ഇടയിലേക്ക് ഇറങ്ങിച്ചെല്ലുന്നു. ലെസ്യൂസ് പട്ടാളത്തെ അയച്ചത് വീരശൂര പരാക്രമികളായ 4 ആൾക്കാരുടെ കീഴിലായിരുന്നു. അതിലൊരു ഗ്രൂപ്പായിരുന്നു അത്. തിരഞ്ഞെടുക്കപ്പെട്ട യുദ്ധവിദഗ്ധരായ 5000 കാലാൾ പടയോടും 1000 കുതിരപ്പടയോടും കൂടിയായിരുന്നു അവരുടെ വരവ്. ഒരു പുരോഹിതൻ്റെ മകനായ ജൂദയ്ക്കോ അവനോടൊപ്പം കൂടിയവർക്കോ യുദ്ധം ചെയ്യുവാനുള്ള കഴിവൊന്നുമില്ലായിരുന്നു. മാത്രമല്ല അതിനുള്ള ആയുധങ്ങളും അവർക്കില്ലായിരുന്നു. എണ്ണത്തിലോ വെറും 3000 പേർ മാത്രം. അവരുടെ മനസ്സിൽ യുദ്ധം ചെയ്യുവാൻ പ്ലാൻ ഇല്ലായിരുന്നു. യൂദ തൻ്റെ കൂടെയുള്ളവരോട് പറഞ്ഞു, ഇവരുടെ സംഖ്യയോ ആക്രമണമോ നിങ്ങൾ ഭയപ്പെടേണ്ട. എങ്ങനെയാണ് നിങ്ങളുടെ പിതാക്കന്മാർ റെഡ് സീ കടന്നതെന്ന് ഓർത്തു നോക്കുമോ? അതുകൊണ്ട് ഇപ്പോൾ നമുക്ക് സ്വർഗത്തെ നോക്കി വിളിച്ചു പറയാം. ഒരു പക്ഷേ ലോർഡ് നമ്മോട് കരുണ കാണിക്കുകയും നമ്മുടെ പിതാക്കന്മാരുടെ നിയമം ഓർമ്മിക്കുകയും ഇന്ന് നമ്മുടെ മുന്നിൽ ഈ സൈന്യത്തെ നശിപ്പിക്കുകയും ചെയ്യും. അങ്ങനെ ഇസ്രായേലിനെ രക്ഷിക്കുന്ന ഒരുവനുണ്ടെന്ന് എല്ലാ ജാതികളും അറിയും. അവർ വരുന്നത് കണ്ട് സിറിയൻ സൈന്യം യുദ്ധത്തിനായി ഓടി വന്നതിനാൽ യൂദാസിനോടൊപ്പമുള്ളവർ കാഹളം മുഴക്കി അതിചേർന്നെങ്കിലും ആ വിജാതീയർ പെട്ടെന്ന് ഭയപ്പെട്ട് പരാജിതരായി സമതലത്തിലേക്ക് ഓടിപ്പോവുകയാണ് ഉണ്ടായത്. പുറകിലുണ്ടായിരുന്നവർ എല്ലാം കൊല്ലപ്പെടുകയും ചെയ്തു. സ്വർഗത്തിലെ ലോർഡിൻ്റെ കാരുണ്യം എന്നേക്കും നിലനിൽക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് ജൂദയും കൂട്ടരും അവർക്ക് ലഭിച്ച വലിയ വിടുതലിനായി ലോർഡിനെ സ്തുതിച്ചു. അടുത്ത വർഷം ലിസിയാസ് 60,000 കാലാൾ പടയാളികളെയും 1000 കുതിരപ്പടയാളികളെയും യഹൂദയെ ആക്രമിക്കുവാനായി വീണ്ടും അയക്കുന്നു. യൂദായും കൂട്ടരും ദൈവത്തോട് പ്രാർത്ഥിച്ചു. ബാലനായ ദാവീദിൻ്റെ കയ്യാൽ അതിശക്തനായ മനുഷ്യനെ കീഴടപ്പിച്ചവനും ഫിലിസ്ത്യരുടെ സൈന്യത്തെ ശൗലിൻ്റെ കൈകളിൽ ഏൽപ്പിച്ചവനുമായ ഇസ്രായേലിൻ്റെ രക്ഷകനെ, ഈ സൈന്യത്തെ നിന്റെ ജനമായ ഇസ്രായേലിൻ്റെ കൈകളിൽ അടച്ചുപൂട്ടണമേ. അങ്ങയെ സ്നേഹിക്കുന്നവരുടെ വാളാൽ അവർ നശിക്കട്ടെ. അവരെല്ലാവരും സ്തുതിഗീതങ്ങൾ ആലപിക്കട്ടെ. അതിനുശേഷം യൂദ വെറും 10,000 പുരുഷന്മാരുമായി 60,000 കാലാൾ പടയാളികളെയും 1000 കുതിരപ്പടയാളികളെയും നേരിട്ടപ്പോൾ തൻ്റെ സൈന്യം ഓടിപ്പോകുന്നതും യൂദാസിൻ്റെ പടയാളികളുടെ പുരുഷത്വവും അവർ ജീവിക്കാനോ മരിക്കാനോ തയ്യാറാണെന്ന് കണ്ടപ്പോൾ പരാജയപ്പെട്ട ലിസിയാസ് അന്ത്യോക്യയിലേക്ക് മടങ്ങുന്നു. അതിനുശേഷം യൂദയും സംഘവും യെരുശലേമിലേക്ക് പോയി വിശുദ്ധ മന്ദിരം ശുദ്ധീകരിച്ച് ലോർഡിന് സമർപ്പിച്ചു. മലിനമായ ഹോമയാഗപീഠം പൊളിച്ചു മാറ്റി.
അവർ നിർമ്മിച്ച പുതിയ യാഗപീഠത്തിൽ ന്യായപ്രമാണപ്രകാരം യാഗങ്ങൾ അർപ്പിച്ചു. ജാതികൾ ഒരിക്കലും വീണ്ടും അതിനെ മെതിക്കാതിരിക്കുവാനായി അവർ സിയോൻ പർവ്വതത്തിൻ്റെ ഉയർന്ന മതിലുകളും ബലമുള്ള ഗോപുരങ്ങളും പഴയതുപോലെ പുനർനിർമ്മിച്ചു. ആ സമയത്തിലുടനീളം ശത്രുക്കൾക്ക് അവർക്കെതിരെ ഒരു വിരൽ പോലും ഉയർത്തുവാൻ കഴിഞ്ഞില്ല. അങ്ങനെ 90:15 വാക്യത്തിലെ ലോഡിൻ്റെ നിഴലിൽ അവർ വീണു എന്നത് ദൈവത്തിൻ്റെ ചരിത്രമായ സംരക്ഷണത്തിൽ നിവൃത്തിയാകുന്നു. ശത്രുക്കളുടെ മേൽ പതിച്ച ഭയം ഇസ്രായേലിൻ്റെ പുനഃസ്ഥാപനത്തിലേക്ക് നയിച്ചു. ദർശനത്തിൽ ചിത്രീകരിച്ചിരിക്കുന്ന ദിവ്യ ഇടപെടൽ അവർ അനുഭവിച്ച യഥാർത്ഥ വിടുതലിനോട് യോജിക്കുന്നു. ഇവിടെ ഒരു പ്രധാന ചോദ്യമുയരുന്നു. ഈ വാക്യത്തിൽ പറയുന്നത് പോലെ ലോഡിനെ കണ്ടിട്ടോ അവർ ഓടിപ്പോയത്? ലോഡിൻ്റെ നിഴലിൽ വീണിട്ടാണോ അവർ പരാജിതരായത്? ചരിത്രരേഖയിൽ ശത്രുക്കൾ ദൈവത്തെ കണ്ടുവെന്ന് പറയുന്നില്ല. പക്ഷേ അവർ അനുഭവിച്ച ഭയം, പെട്ടെന്നുള്ള പരാജയം, ഇസ്രായേലിൻ്റെ അത്ഭുതകരമായ വിജയം എന്നിവയെ ഇസ്രായേൽ ദൈവത്തിൻ്റെ ഇടപെടലായി കാണുന്നു. ദർശനം ആത്മീക സത്യം വിളിച്ചു പറയുന്നു. അങ്ങനെ ദർശനത്തിലെ നിഴൽ ദൈവത്തിൻ്റെ ചരിത്രപരമായ സംരക്ഷണമായി പ്രകടമാക്കുന്നു. ശത്രുക്കളുടെ ഭയം ഇസ്രായേലിൻ്റെ പുനഃസ്ഥാപനത്തിലേക്ക് നയിച്ച് ദർശനത്തിൽ കാണുന്ന ദൈവിക ഇടപെടൽ യഥാർത്ഥ മോചനവുമായി പൊരുത്തപ്പെടുന്നു. 90:16 എല്ലാ കഴുകന്മാരും വൾച്ചേഴ്സും കാക്കകളും പരുന്തുകളും ഒരുമിച്ച് ഒത്തുകൂടി എല്ലാ കാട്ടാടുകളെയും അവരോടൊപ്പം കൊണ്ടുവന്നു. അവയെല്ലാം ഒരുമിച്ച് വന്ന് ആട്ടുകൊമ്പൻ്റെ കൊമ്പ് കഷണങ്ങളാക്കി ഒടിക്കുവാൻ പരസ്പരം സഹായിച്ചു. ഇതിലെ കഴുകന്മാരും വൾച്ചേഴ്സും കാക്കകളും പരുന്തുകളും അവർ വിദേശ സാമ്രാജ്യത്വ ശക്തികളാണ്. കാട്ടാടുകൾ ശത്രുപക്ഷം ചേർന്ന വിശ്വാസത്യാഗികളായ ജൂതന്മാർ. മുട്ടാടിൻ്റെ കൊമ്പ് മത്താത്തിയേസിന് ശേഷം ദൈവം ഉയർത്തിയ വിമോചകൻ യൂദാസ് മക്കാബിയാസ്. യൂദയും കൂട്ടരും ചേർന്ന് ദേവാലയം ശുദ്ധീകരിച്ച് പുനഃസമർപ്പണം ചെയ്തത് ചുറ്റുമുള്ള ജനതകളിൽ നിന്ന് വലിയ പ്രതികരണത്തിന് കാരണമായി. ശത്രുക്കൾ വീണ്ടും സംഘടിച്ചു. ഗിലെയാദ്, ഫെലിസ്ത്യ, ടോളമായി, സോർ, സീദോൻ, ഗലീല എന്നിവിടങ്ങളിലെ ജാതികൾ, സെലൂസിഡ് സാമ്രാജ്യത്തിലെ ലിസിയാസ്, ഡെമത്രിയോസ്, നിക്കാനോർ, ബെക്കിഡീസ് എന്നിവരുടെ സൈനിക ശക്തികളോട് ഒത്തുചേർന്നവർ. ഇവരൊക്കെയാണ് ഈ വാക്യത്തിൽ പറയുന്ന പക്ഷികൾ. അതോടൊപ്പം വൈരികളുടെ പക്ഷത്ത് ചേർന്ന ദേശത്തിലെ ചില യഹൂദന്മാരുമുണ്ട്. ഇവരാണ് കാട്ടാടുകൾ. വർഷങ്ങളുടെ വിജയങ്ങൾക്ക് ശേഷം യൂദ നേരിട്ടത് ഇവരുടെ ദേശത്തിന് ഉള്ളിൽ നിന്നുമുള്ള വഞ്ചനയാണ്. ഇവർ സെലൂസിഡുകളുമായി രഹസ്യ കരാറുകൾ ഉണ്ടാക്കി. യൂദയെക്കുറിച്ച് വിവരങ്ങൾ അവർക്ക് നൽകി. അദ്ദേഹത്തിൻ്റെ പരിഷ്കാരങ്ങളെ എതിർത്ത് അദ്ദേഹത്തെ രാഷ്ട്രീയമായും സൈനികമായും ദുർബലപ്പെടുത്തി. യൂദ അതുവരെ നേരിട്ടതിനേക്കാൾ വലിയ ഒരു സൈന്യത്തോടൊപ്പം സെലൂസിഡ് സാമ്രാജ്യം ബെക്കിഡീസിനെ അയക്കുന്നു. യൂദാസിനെ സ്വന്തം ആളുകളിൽ പലരും ഉപേക്ഷിച്ചു. 3000 സൈനികർ ഉണ്ടായിരുന്നതിൽ 800 പേർ മാത്രമേ അദ്ദേഹത്തോടൊപ്പം തുടർന്നുള്ളൂ. ബാക്കിയുള്ളവർ ഭയന്ന് ഓടിപ്പോയി. നമ്മുടെ ജനങ്ങളുടെ നാശം കാണുന്നതിനേക്കാൾ നല്ലത് യുദ്ധത്തിൽ മരിക്കുന്നതാണ് എന്ന് പറഞ്ഞുകൊണ്ട് അദ്ദേഹം പിന്മാറാൻ വിസമ്മതിച്ച് വീരമരണം പ്രാപിച്ചത് ഈ വാക്യത്തിലെ പക്ഷികളും കാട്ടാടുകളും ഒന്നിച്ചു ചേർന്ന് ഒരുമിച്ച് ആട്ടുകൊമ്പൻ്റെ കൊമ്പ് കഷണങ്ങളാക്കി ഒടിക്കുവാൻ പരസ്പരം സഹായിച്ചു എന്നതിനോട് യോജിക്കുന്നതല്ലേ? 90:17 ഞാൻ നോക്കിയപ്പോൾ പുസ്തകത്തിൽ ലോഡിൻ്റെ കൽപ്പന പ്രകാരം എല്ലാം രേഖപ്പെടുത്തിക്കൊണ്ടിരുന്നവൻ
അവസാനത്തെ 12 ഇടയന്മാർ ചെയ്ത നാശത്തിൻ്റെ കണക്ക് പുസ്തകം തുറക്കുന്നതും മുമ്പുള്ളവരെക്കാൾ കൂടുതൽ ഇവർ നശിപ്പിച്ചുവെന്ന് ലോർഡിനവൻ കാണിച്ചു കൊടുക്കുന്നതും ഞാൻ കണ്ടു. ഈ അവസാന 12 ഇടയന്മാർ ആരാണവർ? പ്രവാസകാലത്ത് ഇസ്രായേലിൻ്റെ മേൽനോട്ടത്തിനായി ദൈവം നിയമിച്ച 70 ഇടയരിൽ അവസാനത്തെ സംഘമാണിവർ. ഇസ്രായേലിന് ഏറ്റവും കൂടുതൽ പീഡനവും നാശവും വരുത്തിയ ഭരണാധികാരികളെ ഇവർ പ്രതിനിധീകരിക്കുന്നു. ഇവരിൽ വിദേശ രാജാക്കന്മാർ മാത്രമല്ല, അഴിമതിക്കാരായ ഹെലനിസ്റ്റിക് പുരോഹിതന്മാരും ഉൾപ്പെടുന്നു. കൈക്കൂലി കൊടുത്ത് മഹാപുരോഹിത സ്ഥാനം വാങ്ങിയ ഇവർ വിശ്വസ്തരായ യഹൂദരെ പീഡിപ്പിച്ചു. വിദേശ രാജാക്കന്മാരുമായി ഒത്തുചേർന്നതിലൂടെ രക്തച്ചൊരിച്ചിലും ആത്മീക ദുഷിപ്പിക്കലും വർദ്ധിപ്പിക്കുന്നതിൽ ഇവർ പ്രധാന പങ്ക് വഹിച്ചു. ജൂതരുടെ ചരിത്രം പറയുന്ന മക്കാബീസിലെ ജാസൻ, മെനലോസ്, അക്കീമസ് എന്നീ 3 പേർ ഇതിന് ഉദാഹരണമാണ്. ഇതിൽ ജെയ്സൺ ഉടമ്പടി ഉപേക്ഷിച്ച് പൗരോഹിത്യത്തെ ദുഷിപ്പിച്ചു. ഗ്രീക്ക് ജിംനേഷ്യത്തിന് ആരംഭമിട്ടത് ജെയ്സനാണ്. അതിലൂടെ ജൂത നിയമങ്ങളെ ലംഘിക്കുന്ന ഗ്രീക്ക് സംസ്കാരത്തെ പ്രോത്സാഹിപ്പിച്ചു. നഗ്ന കായിക വിനോദങ്ങൾ പ്രോത്സാഹിപ്പിച്ച് പരിച്ഛേദന വേണ്ടെന്ന് വയ്ക്കുവാൻ കളമൊരുക്കി. ഒനിയാസ് മൂന്നാമനെ കൊന്നത് മെനിലോസാണ്. മന്ദിരത്തിലെ പാത്രങ്ങൾ കവർന്നതിലൂടെ ഒരു വലിയ രക്തച്ചൊരിച്ചിലുണ്ടാകുകയും ചെയ്തു. അക്കീമസ് കൊന്നത് ഉടമ്പടി കാത്തു സൂക്ഷിച്ച വിശ്വസ്തരായ 60 പുരോഹിതന്മാരെയാണ്. 18-ാം വാക്യം മുതൽ ദർശനം ഒരു പുതിയ ഘട്ടത്തിലേക്ക് നീങ്ങുന്നു. ഇടയന്മാരുടെയും ജനതകളുടെയും ദിവ്യ ന്യായവിധിയിലൂടെ ഈനോക്ക് നൂറ്റാണ്ടുകൾക്ക് മുമ്പ് കണ്ട സ്വപ്ന ദർശനം കാലാകാലങ്ങളിൽ അതുപോലെ തന്നെ സംഭവിച്ച് ഇസ്രായേലിൻ്റെ ചരിത്രം എഴുതിക്കൊണ്ടിരിക്കുന്നു. ഇത് ആത്മീകമായി നിങ്ങൾക്ക് അനുഭവപ്പെടുന്നുവെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. നോട്ടിഫിക്കേഷനിൽ ഓൾ അമർത്തിയാൽ ഇനിയുള്ള ബാക്കി ഭാഗങ്ങൾ പബ്ലിഷ് ചെയ്താൽ ഉടൻ നിങ്ങൾക്ക് കിട്ടുന്നതാണ്. താങ്ക് യു.